ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിക്കുന്നതാണ്. അപ്പോൾ ഇത് രാവിലെ ഉറക്കെണീറ്റ് നല്ല അടിപൊളി ഷർട്ട് കാര്യങ്ങളൊക്കെ ഇട്ട് കൊലായിൽ വന്നിരിക്കുന്നത് ഫിറ്റ് ചെയ്ത് ധ്യാനൂസിന് സ്കൂളിൽ പോകാനായിട്ട് ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ധ്യാനൂസ് ആണെങ്കിൽ ഇത് പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് എടുക്കാണ്ട് രാവിലെ മുതൽ ചൊറഞ്ഞു കളിക്കുന്ന കേട്ടാ. ധ്യാനു വേഗം പോയി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നോക്കി ചെയ്തോ. എന്നാ പോ അപ്പിട്ടോ. എന്നാ പോയി അപ്പിട്ടോ. രാവിലെ ഒരു വടിയും എടുത്തിട്ട് ഇവന്റെ അയ്യെ തന്നെ ഇങ്ങനെ നടക്കണം കേട്ടാ. എന്നാലേ ഇവൻ കാര്യങ്ങളൊക്കെ നീക്കുള്ളൂ. ഇല്ലെങ്കിൽ ഇവന് ഇതിലെ കുറെ നേരം ഫോൺ കണ്ടു കിടക്കും. പിന്നെ അല്ലെ ടി വി വേണമെന്ന് അറിയും, അല്ലെ ഭക്ഷണം കൊടുക്കാനാണെങ്കിൽ അവൻ പറയും എനിക്ക് സിഞ്ചാൻ വേണം, എന്നാലേ ഞാൻ ഭക്ഷണം കഴിക്കുന്നൊരു അങ്ങനെ കുറെ പ്രശ്നം കേട്ടോ. അടുക്കളയിലെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടുക്കള സ്ഥിതി ഞാൻ കാണിച്ചു തരാം. നിത്യ ജിമ്മിന് പോകുന്നതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഭക്ഷണം കാര്യങ്ങളൊക്കെ പാകം ചെയ്യാനുള്ള തയ്യാറെടുപ്പാട്ടാ. തേങ്ങ അരക്കാൻ മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ പച്ചക്കറിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അരിഞ്ഞിപ്പോ കറി വെക്കണം. പിന്നെ ഇതെന്താ വറവാ? ഇത് വറവാന്ന് തോന്നുന്നു ഗൈസ്. ഇത് വറവാണ്. എനിക്കുള്ള ചായ ഇത് ടേബിളിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചായ കുടിക്കട്ടെ കേട്ടോ. ചായയും കുടിച്ചിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. രാവിലെ തന്നെ ജിത്തിന്റെ തള്ളി മറക്കല കേട്ടോ. നമ്മൾ ഈ തള്ളി മറിച്ച് കുറേ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചായ ചെറുപയറിന്റെ കറി എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്താ തള്ളി മറിക്കുന്നില്ല നീ? അപ്പൊ ഞങ്ങൾ ചായ കുടിക്കട്ടെ ഗൈസ്. അപ്പൊ ചായ കുടിച്ചിട്ട് ജിത്തേക്ക് ധ്യാനസിനെ പറഞ്ഞു വിട്ടിട്ട് വേണം ജിമ്മിന് പോകാനല്ലേ. ഓക്കെ, അപ്പൊ ഞങ്ങൾ ചായ കുടിച്ചിട്ട് കാണാം ഗൈസ്. ഇതേ രാവിലെ തന്നെ യുദ്ധം തുടങ്ങി കേട്ടോ. അമ്മയും മോനും തമ്മിലുള്ള യുദ്ധം തുടങ്ങി. ഇതാ കവിളിനെ പിടിച്ചു. ധ്യാനസ് പുസ്തകം കാര്യങ്ങളൊന്നും എടുത്തു വെച്ചില്ല കേട്ടോ. അതിൻ്റെ രാവിലത്തെ പോക്കിനുള്ള ധ്യാനു എന്താ നിനക്ക് എന്താ പറയാനുള്ളൂ? സ്കൂളിൽ പോകുമ്പോ അമ്മ ഇങ്ങനെ ചെയ്യുന്ന എന്താ പറയാനുള്ളത്? പറ. വയനാട്ടിൽ പോയി തന്നാ മതി. വയനാട്ടിൽ പോയാൽ മതി. വയനാട്ടിൽ പോയാൽ പിന്നെ അമ്മ ആരാണ്ടോ നിനക്ക് ഇങ്ങനെ സാധനങ്ങൾ എടുത്തു വെച്ചേ. ധ്യാനസിന് ചെറിയൊരു ശ്വാസം മുട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് ആണ് ഇത്. ചെറിയ ഇൻഹീലർ കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വലിവ് അല്ലേ, ചെറുപ്പത്തില് തുടങ്ങിയതാ. അവന് 6 മാസമായപ്പോ തുടങ്ങിയത് കേട്ടോ. പക്ഷെ ഇപ്പൊ ഇല്ല, ഇപ്പൊ വളരെ കുറവാട്ടോ. വളരെ കുറവെന്ന് പറഞ്ഞാല് പണ്ട് കാലങ്ങളിൽ നമുക്ക് എന്താ പറയാ, എങ്ങനെയായിരുന്നു പണ്ട് നല്ല രീതിയിൽ ശ്വാസം മുട്ടുണ്ടായിരുന്നു. ഇപ്പൊ ശിവകീർത്തി എന്ന് പറയുന്ന അതല്ലേ ഡോക്ടറിന്റെ പേര്? ശിവകീർത്തിക എന്ന് പറയുന്ന ഡോക്ടറെ കാണിച്ചു തരാം. കുറവുണ്ട്. അല്ലേ സലാവുദ്ദീൻ ഡോക്ടർ ആയിരുന്നു നാദാപുരത്തെ സ്ഥിരം ഡോക്ടർ ന്യൂക്ലിയസില്. സമയം പോയി. ഇല്ല, മഴയാ, സൈക്കിൾ എടുക്കണ്ട. അല്ല, പിന്നെ മഴ പെയ്യും, സൈക്കിൾ എടുക്കണ്ട. ഇപ്പൊ ഞങ്ങള് സ്കൂള് ബസ് കയറ്റാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. മഴയായോണ്ട് നമ്മളിവിടെ ഷോപ്പിന്റെ ഫ്രണ്ട് കയറിക്കുക. ധ്യാനസിന് പിണക്കത്തിന്റെ കാരണം എന്താണെന്നറിയോ? എല്ലാ ദിവസവും ഇവൻ സൈക്കിൾ എടുത്തിട്ട് കുഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവന്റെ കുഞ്ഞു വെച്ചിന്റെ വീട്ടിൽ സൈക്കിൾ വെക്കുക. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കുക ചെയ്യാം. അപ്പൊ ഇന്ന് മഴയായതുകൊണ്ട് സൈക്കിൾ എടുക്കണ്ടെന്ന് പറഞ്ഞു. അതിന്റെ പിണക്കാട്ടോ ഈ കാണുന്നേ. ഞാനു മഴയായതുകൊണ്ട് സൈക്കിൾ വരാൻ പറ്റുവാ? അതിന്റെ പിണക്കത്ത് പോന്നേട്ടാ. അത് അങ്ങോട്ടല്ല സ്കൂൾ ബസ് വരും, ഇങ്ങോട്ടാ വരുവാ. ഇങ്ങോട്ട് വാ. പിണക്കാണോ? അപ്പൊ ഞാൻ ശരിയാക്കട്ടെ, പിണക്കൊന്ന് ശരിയാക്കി എടുക്കട്ടെ ഗൈസ്. അപ്പൊ ഗൈസ് ഞാനെന്നെ കൊണ്ടാക്കി നേരെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ ജിത്തിന്റെ കറിയും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. അതിന് പോകാനുള്ള തയ്യാറെടുപ്പ് കേട്ടോ. അപ്പൊ നല്ല മഴ കേട്ടോ ഗൈസ്. അതാണ് എനിക്കിന്ന് പണിയില്ലാത്ത. രാവിലെ എണീറ്റപ്പോ മുതലേ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പൊ ഇത്രയും ചെറിയൊരു ചോർച്ച, ധ്യാനുവിനെ കൊണ്ടാക്കാനുള്ള ചെറിയൊരു ഗ്യാപ്പിൽ ചെറിയൊരു മഴ കുറഞ്ഞു കിട്ടി. അപ്പൊ രാവിലെ തന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ പണിക്ക് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയിരിക്കും. എല്ലാ പണിക്കാരൊക്കെ ഒരു മടിയായിരിക്കും അങ്ങ് ഇറങ്ങി കിട്ടാനായിട്ട്. അതുകൊണ്ടാണ് ഇന്ന് ലീവായി പോയി. അപ്പൊ ഞാൻ വിചാരിച്ച എന്താ ലീവായല്ലേ, നമുക്കൊരു എന്ത് ചെയ്യാ, ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനാണ്. അങ്ങനെയായിട്ട് ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇനി ജിത്തിയെ പോകാൻ വേണ്ടി തയ്യാറാകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള കുറച്ച് വിശേഷങ്ങൾ കാണിച്ചിട്ട് നമുക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഗൈസ്, ജിത്തിന്ന് ജിമ്മിന് പോയിട്ടില്ല കേട്ടാ. കാരണം എന്താ പറയാ,
അവളെ കൂടുതൽ പോകുന്ന രണ്ടാളിൽ ലീവേനു. അപ്പൊ പിന്നെ ഇവിടെ ഒറ്റക്ക് പോയി കഴിഞ്ഞാൽ പെയറായിട്ട് അവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അങ്ങനെയൊന്നുമില്ല, പേരായിട്ടൊന്നുമില്ല. പിന്നെന്താ പ്രശ്നം? പിന്നെന്താ ഇഞ്ഞു വേണ്ടുന്നത്? ആരുമായില്ല, ഞാനും ആ പോയില്ല. കണ്ടാ മടിച്ചി. എന്നാ പിന്നെ അങ്ങനെ ഇരിക്കാം, മടിച്ചി. അപ്പൊ ഒരു പോവാത്തോണ്ട് ഇവളും പോയില്ല. അതുകൊണ്ട് തന്നെ നമ്മളെന്ത് ഇവള് പോവാത്തതുകൊണ്ട് ഇന്നൊരു ഗുണം കിട്ടിയെന്ന് വെച്ചാൽ നമ്മളെ വീട് മൊത്തം നമ്മൾ കംപ്ലീറ്റ് ഡീപ് ക്ലീൻ ചെയ്യുന്നില്ല. അതുപോലെ കംപ്ലീറ്റ് ജനലിന്റെ സൈഡിലും അതുപോലെ തന്നെ ഈ കട്ടിലിന്റെ ഉൾഭാഗത്ത് വരുന്ന ഭാഗത്തും നമുക്ക് അടിച്ചു വരുമ്പോൾ നമ്മൾ ചൂല അവിടെ എത്തൂല അല്ലേ? അപ്പൊ അതൊക്കെ നമ്മൾ ഇന്ന് ഫുള്ള് കട്ടിലും കാര്യങ്ങളൊക്കെ മാറ്റി, അതേപോലത്തെ താഴത്തെ ടിവിന്റെ ബാക്ക് സൈഡ്, അതുപോലെ അങ്ങനെ ഈ ഡൈനിങ് ടേബിളിന്റെ അടിഭാഗം, അങ്ങനെയുള്ള എല്ലാ ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തില്ലേ? ആ ഒരു പണി ഇന്ന് കഴിഞ്ഞ്. അത് മാത്രമല്ല ഗേസ്, ഇവളില്ലേ, ഞാൻ ലീവ് ആയതുകൊണ്ട് തന്നെ എന്നെ കൊണ്ടിന്ന് അലക്കി ഇട്ടത് 6 വരെ ചെയ്ത്. ദുഷ്ടത്തിയാട്ടാ ഇവള്, ദുഷ്ടത്തിയാ. അപ്പൊ നമ്മളിനി ഫുഡ് കഴിച്ച് നമ്മളെ വീഡിയോ നമ്മൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ നാളത്തെ വീഡിയോ നമ്മൾ എവിടെ വെച്ചായിരിക്കും? വയനാട്ടിൽ പോന്നാ? എവിടെ വെച്ചായിരിക്കും? വയനാട്ടിലാ? വയനാട്ടിലാണ് പോകുന്നാ പറയുന്നത്. എന്നാ പിന്നെ നമുക്ക് വയനാട്ടിൽ വെച്ച് കാണാം. ഓക്കെ.